നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വേഗത്തിൽ ട്രാപ്പിലായ മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1954 എറിക് വാട്സണും മൈക്കൽ റൈസും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ വാട്സൺ വൈറ്റ് സൈഡും റൈസ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. കാരോക്കൺ ഡിഫൻസ് ആണ്. അടുത്തതായി വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ E4 പോകുന്നത് അറ്റാക്കാണ്. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് പോണ് പോച്ച് പോണിനോട്ടുന്നു. വൈറ്റ് നൈറ്റ് പോച്ച് തിരിച്ചു കിട്ടുന്നു. ഇത് കാരോക്കൺ ഡിഫൻസിൻ്റെ മെയിൻ ലൈനാണ്. ബ്ലാക്കിനിവിടെ പ്രധാനമായും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബിഷപ്പിനെ F5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷനിലേക്ക് മാറാം. അല്ലെങ്കിൽ നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാർപ്പോ വേരിയേഷനിലേക്ക് മാറാം. അതുമല്ലെങ്കിൽ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ബ്ലാക്ക് ഇവിടെ മെയിൻ ലൈൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്കിനിവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ പോൺ വെച്ച് നൈറ്റിനെ വിട്ടെടുക്കാം, അല്ലെങ്കിൽ G പോൺ വെച്ച് വിട്ടെടുക്കാം. ഈ പോൺ വെച്ച് വിട്ടെടുക്കുന്നത് ടാറ്റ കവർ വേരിയേഷനാണ്. ബ്ലാക്ക് ആ വേരിയേഷനിലേക്ക് പോകുന്നില്ല. G പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ വേരിയേഷൻ ബ്രോൺസ്റ്റൺ ലാർസൺ വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് വൈറ്റിൻ്റെ മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് സെൻറ്ററിലേക്ക് ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ്. E5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ വിട്ടുകയാണെങ്കിൽ ആദ്യം ക്യൂവിനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് എന്തായാലും ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ നൈറ്റ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ ക്യൂബിനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്. വൈറ്റിനിവിടെ കാസ്റ്റിംഗ് ചെയ്യാനുള്ള സൗകര്യമായിട്ടുണ്ട്. ഈ ചെക്ക് ഒഴിവാക്കാൻ ബ്ലാക്കിന് പ്രധാനമായും 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. അതായത് കിങ്ങിനെ വെച്ച് ബ്ലോക്ക് ചെയ്താൽ കിങ്ങിന് നഷ്ടപ്പെടും. കിങ്ങിനെ മാറ്റിയാൽ കാസ്റ്റിങ്ങിനുള്ള അവകാശം നഷ്ടപ്പെടും. ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് വെച്ചാണ് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നത്. ബിഷപ്പിനെ D7ലേക്ക് കൊണ്ടുവന്ന് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ 2 പീസുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കാം. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ വൈറ്റ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ടാണുള്ളത്. വൈറ്റ് ആ സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നൈറ്റിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ബിഷപ്പ് സാക്രിഫൈസും ആണ്, അതുപോലെ ഒരു നൈറ്റ് സാക്രിഫൈസും ആണ്. ബ്ലാക്കിന് എന്തായാലും ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം പോൺ വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവിലെ ചെക്ക്മേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും വളരെ വേഗം തന്നെ കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇവിടെ ക്വീനെ വെച്ചാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് C5ലെ പോൺ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുത്തതോടെ ചെക്ക്മേറ്റ് ആകുകയായിരുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് ഗെയിം വളരെ വേഗത്തിൽ തോൽക്കാൻ കാരണമായത്. നമുക്ക് ബ്ലാക്കിനുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ നോക്കാം. അതായത് വൈറ്റ് ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ഈ ചെക്ക് കൊണ്ട് വൈറ്റിനൊന്നും സംഭവിക്കാനില്ല. ഈ ബിഷപ്പ് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ വീണ്ടും അറ്റാക്കാണ്.
ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ക്വീനിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നതോടൊപ്പം ഒരു ബിഷപ്പിനെ കൂടെ നേടിയെടുക്കാമെന്ന് കരുതിയാൽ അടുത്ത മൂവിൽ നൈറ്റ് ബച്ചും ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. എന്നാൽ ഈ ബിഷപ്പിനെ ഒറ്റയെടുക്കുന്നതിന് പകരം ക്വീനിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയർ ബാക്കിയുണ്ട്. ഇപ്പോൾ B6 മാറാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗെയിം കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. എന്തായാലും കിട്ടിയ അവസരത്തിൽ പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുത്താണ് ബ്ലാക്കിന് വേഗത്തിൽ തോക്കാൻ കാരണമായത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.